സംശയങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാകൂല അല്ലെ. പല കാര്യങ്ങളിൽ നമുക്ക് പലതരം സംശയമുണ്ട്. ഇൻഷാ അല്ലാഹ് ചില സംശയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പല്ലില്ലാത്ത ആളുകൾക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ടോ? വെപ്പ് പല്ലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്? അതോടൊപ്പം തന്നെ റൂമിൽ കുട്ടി മൂത്രമൊഴിച്ചു, അത് ഉണങ്ങിപ്പിടിക്കുകയും ചെയ്തു, അതിന്റെ മുകളിൽ നമുക്ക് നമസ്കരിക്കാമോ? അതുപോലെ നമ്മൾ തിന്ന ഇറച്ചി അത് പന്നിയാണെന്നറിഞ്ഞാൽ വാ കഴുകണോ, വയറ് കഴുകണോ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതോടൊപ്പം തേനിലും പഞ്ചസാരയിലും ഉറുമ്പിരിക്കുന്നു, അതെന്ത് ചെയ്യേണ്ടതുണ്ട്? അതുപോലെ ഭിത്തിയിലൂടെ ഒച്ചി ഇഴഞ്ഞു പോകുമ്പോൾ ഒച്ചി നജസാണോ? നിസ്കാര സ്ഥലത്ത് നോക്കുമ്പോൾ ഒച്ചി ഇഴഞ്ഞു പോയതിന്റെ ഒരു ഒരു കൊഴുപ്പ് ഇങ്ങനെ പോയിരിക്കുന്നു, അതിൽ നിസ്കരിക്കാൻ പാടുണ്ടോ? ആടിനെ കറക്കുമ്പോൾ ആടിന്റെ കാഷ്ടം പാലിൽ വീണാൽ അതെന്ത് ചെയ്യണം? അങ്ങനെ തുടങ്ങി ഇൻഷാ അല്ലാഹ് ഒരു 11ഓളം സംശയങ്ങൾക്ക് മറുപടിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ഒരു മജ്ലിസിലൂടെ, ഈ ഒരു വേദിയിലൂടെ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അള്ളാഹുവിനാണ് സർവസ്തുതി. എല്ലാവരും മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, നമ്മുടെ ദുആ വസിയത്ത് ചെയ്യുന്നവർ, അതുപോലെ മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ, പരിശ്രമിക്കുന്നവർ, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ എല്ലാ ദിവസവും ഓരോരോ അറിവുകളുടെ വലിയ ഒരു പേമാര് തന്നെ അൽഹംദുലില്ലാ ഇതിലൂടെ നമ്മൾ പഠിക്കുകയാണ് അല്ലേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് അറിവുകൾ കിട്ടുന്നില്ലേ? ഒന്ന് കമന്റ് ചെയ്തേ. ഈ ചാനൽ കൊണ്ട് നമുക്ക് ഉപകാരമാണോ അതേ വെറുതെ സമയം കളയലാണോ? ഒന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അത് കാണുമ്പോൾ സന്തോഷമാണല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ സംശയ നിവാരണമാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നതും അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുമായി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ക്രോഡീകരിച്ച് ഒരു വീഡിയോ ആക്കി നമ്മൾ ചെയ്യുക. ഏകദേശം 11ഓളം നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന ചില സംശയ നിവാരണങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു പഠിക്കാൻ പകർത്താൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് തരട്ടെ. സമയം വളരെ കുറവാണ്. ഒരു 10-12 മിനിറ്റിനുള്ളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ വീഡിയോകളെല്ലാം നമ്മൾ ക്രമീകരിക്കുന്നത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒന്നാമത്തെ സംശയം, ഉസ്താദെ പല്ലില്ല, എനിക്ക് പ്രായം കൊണ്ട് പല്ല് കൊഴിഞ്ഞു പോയി, പല്ലില്ലാത്ത ഞാൻ എങ്ങനെ മിസ്വാക്ക് ചെയ്യും? മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ടോ? അതുപോലെ വെപ്പ് പല്ല് വെച്ചാൽ അത് ഇളക്കി മാറ്റുന്നതും അല്ലെങ്കിൽ ഘടിപ്പിക്കുന്നതുമായ പല്ല് വെച്ചാൽ അങ്ങനെ അതിന്റെ കൂലി കിട്ടുമോ എന്നാണ് ഒന്നാമത്തെ സംശയം. അതിന് മറുപടി തുഹഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. പല്ല് തേക്കൽ സുന്നത്താണ്. പല്ല് തേക്കൽ സുന്നത്താണ്. പല്ലില്ലെങ്കിലും നമ്മൾ പല്ല് തേക്കുന്ന അറാക്കോ ബ്രഷോ ഒന്നുകൊണ്ട് മോണയിൽ ഒന്ന് കൊള്ളിച്ചാൽ മതി, സുന്നത്ത് കിട്ടും. ഇനി വെപ്പ് പല്ലാണെങ്കിൽ സുന്നത്ത് കിട്ടുമോ ഉസ്താദെ? വെപ്പ് പല്ലാണെങ്കിൽ, അതായത് ഇളക്കിയെടുക്കാൻ കഴിയുന്ന പല്ലാണെങ്കിൽ വായിൽ നിന്ന് ആ പല്ല് ക്ലിപ്പ് ഇളക്കി മാറ്റിയാൽ പല്ലിന്റെ ബലം ചെയ്യൂല, പല്ലിനുള്ള നിയമങ്ങളില്ല. വായിലിരിക്കുമ്പോ നമ്മൾ പല്ല് തേക്കുക, മോണയിൽ നമ്മൾ ബ്രഷ് തട്ടുമ്പോൾ സുന്നത്തിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞ പല്ല് തേക്കൽ പല്ലില്ലെങ്കിൽ സുന്നത്താണ്. ഇനി രണ്ടാമത്തെ സംശയം, നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നമ്മുടെ റൂമിലോ ഹാളിലോ എവിടെയെങ്കിലും മൂത്രമൊഴിച്ചു എന്ന് വിചാരിക്കാം. മൂത്രമൊഴിച്ച് കഴുകുന്ന രീതി എങ്ങനെയാണെന്ന് മുമ്പൊരു സംശയ നിവാരണ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ മൂത്രമൊഴിച്ച ഒരു അത്യാവശ്യ കാര്യം വന്നു, നമ്മൾ പോയിട്ട് വരാമെന്ന് കരുതി പോയിട്ട് വന്നപ്പോൾ മൂത്രം അവിടെ കിടന്നങ്ങ് ഉണങ്ങി. മൂത്രം ഉണങ്ങി എവിടെയാണെന്ന് അറിയാൻ കഴിയുന്നില്ല. എന്നാൽ ആ മൂത്രത്തിന്റെ മുകളിൽ പായയോ മുസല്ലയോ വിരിച്ച് നമസ്കരിക്കുന്നതിന്റെ വിധി എന്ത് എന്നാണ് സംശയം. മനസ്സിലായില്ലേ? അതായത് കുട്ടി മൂത്രമൊഴിച്ചു, നമ്മളത് കഴുകിയില്ല, തുടച്ചില്ല, നമ്മുടെ അത്യാവശ്യത്തിന് പോയി, തിരിച്ചു വന്നപ്പോ നമ്മൾ അറിയാതെ അറിയാതെ ഒരാൾ അവിടെ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ അവിടെ എന്താണ് വിധി? അവിടെ നിസ്കാരത്തിന്റെ വിധി നമസ്കരിക്കാം, നമസ്കാരം ശരിയാകും, നിസ്കാരം ശരിയാകും. പക്ഷെ കറാഹത്താണ്, ഒഴിവാക്കലാണ് ഉചിതം. അറിഞ്ഞ ആളാകട്ടെ അറിയാത്ത ആളാകട്ടെ കറാഹത്താണ്. അറിയാത്താക്കുവിന് പ്രശ്നമില്ലോ, ഇനി അറിയുന്നയാൾക്ക് നിസ്കാരത്തിന് പ്രശ്നമൊന്നുമില്ല, നിസ്കരിക്കൽ കറാഹത്താണ്. മൂന്നാമത്തെ സംശയം ഞാൻ വേഗം പറഞ്ഞു പോവാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ മൂന്നാമത്തെ സംശയം, ഉസ്താദെ ചില മക്ബറകളിൽ മയിൽപീലി കാണുന്നുണ്ട്, വെച്ച് കെട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ ശരീരത്തിലൊക്കെ ഇങ്ങനെ മുട്ടിക്കാറുണ്ട്. ഇത് നജസാണോ അല്ലേ എന്നാണ് ഒരു സംശയം. കേരളത്തിലെ മക്ബറകളെ സംബന്ധിച്ചിടത്തോളം മക്ബറയിൽ ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. അതിന് എത്ര വലിയ മക്ബറയിലും പറയണമല്ലോ. മക്ബറയിൽ അനാചാരങ്ങളുണ്ട്. അവിടെ കിടക്കുന്ന ഔലിയാക്കന്മാർക്ക് മഹാരഥന്മാർക്ക് പൊരുത്തമില്ലാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ വിമർശിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കാൻ കഴിയില്ല, മതത്തിന്റെ കൂട്ടുകെട്ട് പിടിക്കാനും കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. മയിൽപീലിയെ
പിയിലെ സംബന്ധിച്ചിടത്തോളം ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫിഈ മദ്ഹബുകാർക്ക് അത് നജസാണ്, അത് ശരിയാകൂല. പക്ഷെ കൂടുതലും തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിലാണ് മയിൽപീലി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് മയിൽപീലി നജസല്ല. ഒരു പക്ഷേ ആ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഹനഫി മദ്ഹബ് അനുസരിച്ച് തഖ്ലീദ് ചെയ്തവരായതുകൊണ്ട് അത് പ്രശ്നമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് മയിൽപീലി നജസാണ്, മയിൽപീലി കൊഴുപ്പില്ല എങ്കിൽ കുഴപ്പമില്ല എന്ന് ഷാഫിഈ മദ്ഹബിൽ കാണാം. സ്വാഭാവികമായും മയിൽപീലി ഇത് നജസ് തന്നെയാണെന്നാണ് ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം. നാലാമത്തെ സംശയം, തിന്ന ഇറച്ചി, നമ്മൾ ഇറച്ചി കഴിച്ചു, ഒരു കല്യാണത്തിനോ ഒരു ഹോട്ടലിലോ നമ്മൾ പോയി കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ബിരിയാണി അങ്ങ് തട്ടി. ബിരിയാണി കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ കഴിച്ചത് പന്നി ഇറച്ചിയായിരുന്നു. പന്നി ഇറച്ചിയായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് പിന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പന്നി ഇറച്ചിയാണ് എന്ന് നമുക്ക് ഉറപ്പായി, നമുക്ക് സംശയമൊന്നുമില്ല, പന്നിയാണോ സംശയമാണെങ്കിൽ അവിടെ പ്രശ്നമില്ല. ഇനി അതല്ല ഉറപ്പായാൽ വയറ് കഴുകണോ, വയറ് കഴുകുമ്പോ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകണോ എന്നതാണ് സംശയം. അങ്ങനെ ഇല്ല, നമ്മളത് പന്നി ഇറച്ചിയാണ് നമുക്ക് ബോധ്യമായാൽ വയറ് കഴുകണ്ട, വായ നമ്മൾ കഴുകണം. അതിലൊന്ന് മണ്ണ് കലർത്തപ്പെട്ട വെള്ളം കൊണ്ടാകൽ കമാലിയത്താണ്, നല്ലതാണ് എന്ന് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. നമ്മൾ വാ എന്തായാലും കഴുകണം. ഇനി അഞ്ചാമത്തത്, അടുക്കളയിൽ ചായ ഇടുമ്പോ പഞ്ചസാര എടുക്കുമ്പോ അല്ലെങ്കിൽ തേനിൽ ഉറുമ്പുകളുണ്ട്. ആ ഉറുമ്പ് ചിലപ്പോൾ ചത്ത് കിടക്കാനത് അത് എടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ വിധി എന്താണ്? നമ്മൾ പഞ്ചസാരയിലോ അതുപോലെ തേനിലോ ശർക്കരയിലോ ഉറുമ്പിരിക്കുകയാണ്, ചത്തിരിക്കുകയാണെങ്കിൽ അത് തിന്നുന്നത് കൊണ്ട് പ്രശ്നമില്ല. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ എടുത്തു കളയാൻ കഴിയുമെങ്കിൽ അത് എടുത്തു കളയുക. ഇനി എടുത്തു കളയാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു പഞ്ചാര ടിന്നും മൊത്തം ഉറുമ്പാണ്, അത്യാവശ്യത്തിന് ചായപ്പൊടി ഉറുമ്പിനെ നുള്ളി പുറക്കുന്ന ഗസ്റ്റ് പോകും, അങ്ങ് തട്ടിയിട്ടേക്ക്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ പ്രശ്നമില്ല എന്നതാണ് നമ്മുടെ മദ്ഹബ് നമ്മെ പഠിപ്പിക്കും. ഞാൻ ഈ പറയുന്ന നിയമങ്ങളെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ചാണ്, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ഇനിയോ ആറാമത്തെ സംശയം, ഉസ്താദെ മഴ സമയം ഒച്ചെന്നല്ലേ പറയാ, നമ്മുടെ നാട്ടിൽ ഒച്ചെന്നാ പറയാ. ഇങ്ങനെ ഈ എന്താ പറയാ, ഒരു സാധനം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകൂലേ, അതിന് പോകുന്ന വഴിയെല്ലാം അത് ഞാൻ പോയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വര ഇട്ടുകൊണ്ട് പോകും. എന്റെ പേര് ഒച്ചെന്നല്ലേ, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദെ ഈ ഒച്ച് പോകുമ്പോ ആ വര നജസാണോ, കൊഴുപ്പ് നജസാണോ എന്നാണ് സംശയം. അത് നജസല്ല, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അത് നജസല്ല. പിന്നെയോ ആ കൊഴുപ്പ് ജന്മനാ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ളതാണ്, അതിന് നജസല്ല. നായ അതുപോലെ പന്നി എന്നിവയിൽ നിന്നൊഴികെയുള്ള എല്ലാത്തിൽ നിന്നും വേർപിരിഞ്ഞ് വരുന്നത് നജസല്ല. പക്ഷെ പന്നിയിൽ നിന്നും നായിൽ നിന്നൊക്കെ വേർപിരിയുന്നത് നജസാണ്. ഒച്ച് എന്തായാലും നജസല്ല. ഒച്ചിൽ നിന്ന് വരുന്ന കൊഴുപ്പ്, ആ വരയായി പോകുന്ന വസ്തു, അതും നജസല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഏഴാമത്തത്, ആട് വീട്ടിൽ ബറക്കത്തുണ്ട് ഉസ്താദെ. ബറക്കത്തുണ്ട്. അപ്പൊ പിന്നെ ആടിന് നമ്മൾ കറക്കുമ്പോ നമ്മൾ എന്ത് ചെയ്തു, ആടിന്റെ കാഷ്ടം പാലിലേക്ക് വീണു. ഒരു ചരുവ, ഒരു പാത്രം നിറച്ച് പാല്, അതിലേക്ക് ആടിന്റെ ഒരു കഷ്ണം കാഷ്ടം പാലിലേക്ക് വീണു, അല്ലെങ്കിൽ ഒരു 3-4 വീണു വിചാരിക്കും, എത്ര ആയിക്കോട്ടെ. ആടിന്റെ കാഷ്ടം പാലിൽ വീണാൽ പാല് കളയണോ, അത് കുടിക്കണോ, അത് ഉപയോഗിക്കാമോ, എന്താണ് ചെയ്യേണ്ടത്? ആട് പോലെയുള്ള ജീവികളെ കറക്കുമ്പോൾ കാഷ്ടം അതിലേക്ക് വീണാൽ ആ പാല് നജസല്ല, അതങ്ങെടുത്ത് കളഞ്ഞാൽ മതി. ഏത്? ആടിന്റെ കാഷ്ടം അതങ്ങെടുത്ത് കളഞ്ഞാൽ മതി, അത് നജസാകൂല എന്ന് ഉണർത്തുകയാണ്. ഇനിയോ എട്ടാമത്തത്, മാംസം കഴുകുമ്പോ, ഉമ്മമാരെ അടുക്കളയിലെ മാംസം നമ്മൾ കഴുകണം. മാംസം കഴുകുമ്പോ, ഇറച്ചി നമ്മൾ കഴുകുമ്പോ ദ്വാരമുള്ള, എന്താ പേരെന്ന് പറയാ, എന്താ പേരപ്പ, കണ്ണാപ്പ എന്നല്ലേ പറയാ, കണ്ണാപ്പ എന്നല്ലേ പറയാ, നമ്മുടെ നാട്ടിൽ എങ്ങനെ പറയാ, കണ്ണാപ്പ. അതായത് കുറെ ദ്വാരമുള്ള പാത്രം, ഇങ്ങനെ നോക്കി അപ്പുറം കാണാം കുറെ നെറ്റ് പോലെയുള്ള പാത്രം, ആ പാത്രത്തിൽ വെച്ച് കഴുകണമെന്നുണ്ടോ, അത് അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദ്യം. ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ ഉസ്താദെ, അങ്ങനെയുണ്ട്. അതായത് ദ്വാരമുള്ള പാത്രത്തിൽ വെച്ച് കഴുകിയാലേ അത് ശരിയാകുള്ളൂ. കാരണം കൂടി കേൾക്കണം. അതിന് കാരണം ഇറച്ചിയുടെ പുറത്ത് രക്തമുണ്ട്, ആ രക്തം നജസാണ്. ഒഴുക്കുവെള്ളത്തിൽ കഴുകണം. സ്വാഭാവികമായും നമ്മൾ അങ്ങനെ അടിയിൽ ഹോളില്ലാത്ത, ദ്വാരങ്ങളില്ലാത്ത പാത്രമാകുമ്പോൾ ഇങ്ങനെ ഒഴുകും, നമ്മൾ പൈപ്പ് വെള്ളം ഒഴിക്കും, അതിന്റെ മുകളിൽ വീഴും. ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ചരിച്ചാ കളയണം. ശരിയല്ലേ? ചരിക്കുമ്പോൾ സ്വാഭാവികമായത് വീണ്ടും പറ്റൂലേ? അപ്പൊ ഒലിച്ചിങ്ങനെ പോകുന്ന രീതിയിലുള്ള പാത്രമായിരിക്കണം എന്നത് സാരം. ഇനിയിപ്പോ ആ പാത്രം വേണമെന്നില്ല, ഇനി ആ പാത്രം ഇല്ലാത്തൊരു ഇറച്ചി വെക്കേണ്ട ഉസ്താദിന് ഒരു സംശയമാണല്ലോ നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളൊരു പാത്രം എടുക്കുക, 2 പാത്രം എടുക്കുക, ഇറച്ചി വെക്കുന്ന പാത്രം അവിടെ ഇരിക്കുന്നോട്ടെ, മറ്റൊരു പാത്രം അവിടെ വെക്കുക. ഇവിടെ നമ്മളിങ്ങനെ കൈ
കയ്യിൽ ഒരു പിടി ഇറച്ചി എടുക്കുക, പൈപ്പ് തുറന്നിടുക, ഇവിടെ ഒരു പിടി എടുക്കുക, അങ്ങനെ പൈപ്പിനെ മുട്ടി പിടിക്കുക. അപ്പൊ ഇങ്ങനെ കൈയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറ്റ് പോകും. അപ്പൊ ഒഴുക്കുള്ളത്തിന്റെ ഹുക്കുമായി വിധിയായി എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കുക. അങ്ങനെയും ചെയ്യാം. ഇനിയോ 9ാമത്തെ സംശയം, ഫാത്തിഹ ഓതുമ്പോ തുമ്മി. നമ്മൾ ചെറുപ്പം മുതലേ തുമ്മി അൽഹംദുലില്ലാഹ് എന്നങ്ങ് പറഞ്ഞു. ബാത്റൂമിലാണെന്ന് ഓർക്കൂല, കുളിമുറിയിലാണെന്ന് ഓർക്കൂല. നിസ്കാരത്തിൽ തുമ്മിയ ഹംദ് പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിത ചിട്ടയായി മാറി. അപ്പൊ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോ നമ്മൾ ഹംദ് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവോ? നിസ്കാരം ബാത്തിലാകൂല. ഫാത്തിഹ നമ്മൾ ഒന്നുകൂടി മടക്കണം. അതായത് നമ്മളിങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. തുമ്മിയ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടി ഫാത്തിഹ മടക്കണം. ഫാത്തിഹ ഒന്നുകൂടി ഓതണം. നിസ്കാരം മടക്കണ്ട, ഫാത്തിഹ മടക്കണം. ഇനിയോ 10ാമത്തെ സംശയം, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത കുട്ടി എന്ന് പറഞ്ഞാൽ സുന്നത്ത് കഴിക്കുക. ചില നാട്ടിൽ സുന്നത്ത് എന്ന് പറയും. സുന്നത്ത് കഴിക്കാത്ത കുട്ടികൾ, ചേലാകർമ്മം ചെയ്യാത്ത കുട്ടികൾ ഉമ്മ നിസ്കരിക്കാണ്. ആ ഉമ്മയെ വന്ന് ചേലാകർമ്മം ചെയ്യാത്ത കുട്ടി വന്ന് തൊട്ടാൽ നിസ്കാരം ബാത്തിലാകോ? അത് നജസാണോ? നിസ്കാരം ബാത്തിലാകും. അതിന് കാരണം ആ കുഞ്ഞിന്റെ മൂത്രദ്വാരത്തിൽ ഹഷ്ഫ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ മൂത്രമൊഴിക്കുന്ന അവയവത്തിന്റെ അറ്റം തൊലി മൂടിക്കിടക്കണല്ലോ, സുന്നത്ത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിനകത്ത് നജസ് ഉണ്ടാകും. ആ നജസ് കാരണം നിസ്കാരം ബാത്തിലാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയോ 11ാമത്തത്, ഉസ്താദെ, വെള്ളിയാഴ്ച കഹ്ഫ് ഓതൽ സുന്നത്ത് എന്ന് പറയും. വെള്ളിയാഴ്ചയും കഹ്ഫും തമ്മിൽ എന്താ പ്രത്യേകത? എന്താണ് ബന്ധം എന്നാണ് സംശയം. വെള്ളിയാഴ്ച സുന്നത്ത് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ കാരണം? അതായത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദുനിയാവ് അവസാനിക്കുന്ന കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഖിയാമത്ത് നാളിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിന്റെ എല്ലാ ഭയാനകതകളും ചർച്ച ചെയ്യപ്പെടുന്ന സൂറത്താകുന്ന സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മനസ്സിലായി കാണും പ്രതീക്ഷിക്കുന്നു. സമയം ഏകദേശം തീർന്നു. 12 മിനിറ്റുള്ളിൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കണം. അൽഹംദുലില്ലാഹ്. ഈ 11 സംശയങ്ങളാണ് ഇന്നത്തെ സംശയ നിവാരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഞായറാഴ്ചകളും ഇൻഷാ അല്ലാഹ് ഇതുപോലെ സംശയ നിവാരണമാണ്. എല്ലാ ശനിയാഴ്ചകളിലും ഖുർആനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ, എല്ലാ തിങ്കളാഴ്ചയും ചരിത്ര പഠനമാണ്. മഹാന്മാരുടെ ചരിത്രം ഒന്ന് മനസ്സിലാക്കുക. എല്ലാ ചൊവ്വാഴ്ചയും അള്ളാഹുവിന്റെ ദിക്റുകൾ, ദുആകൾ, ഇസ്മുകൾ, അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുടെ മഹത്വം അതാണ് ചർച്ച ചെയ്യുക. ബുധനാഴ്ച നമ്മുടെ പല നിസ്കാരങ്ങളെ പറ്റി, സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റിയാണ്. വ്യാഴാഴ്ച പൊതുവായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും. വ്യാഴാഴ്ച അതുപോലെ വെള്ളിയാഴ്ച ഒരു പുതിയ സ്വലാത്ത് നമ്മൾ പഠിക്കും. അങ്ങനെ ഓരോ ദിവസം വ്യത്യസ്തങ്ങളായ അറിവുകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നാണ് ആ മജ്‌ലിസിന്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിലുണ്ട്, താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ ആ ചാനൽ കയറാം. മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞ് തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ചൊല്ലുന്ന ഒരു മജ്‌ലിസാണ്. അല്ലാഹ് കബൂലാക്കട്ടെ. അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്, കാണുന്നുണ്ട്. എല്ലാവർക്കും മറുപടി തരാനുള്ള സമയ ചുരുക്കം കൊണ്ടാണ് മറുപടി പറയാത്തത്. അല്ലാഹ് കബൂലാക്കട്ടെ. അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.